morning, students. Adutha university question endaana? Show that integral over c 3x square e raised to y dx plus x cube e raised to y dy is independent of the path and hence evaluate the integral from 0 to 3 to. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പോവുകയാണ്. അതിന് നമ്മൾ ഇവിടെ ടേക്ക് dx ന്റെ കോഎഫിഷ്യന്റ് f is equal to 3x square e raised to y. dy യുടെ കോഎഫിഷ്യന്റ് എന്താണ് g. അത് നമുക്ക് g എന്ന് എടുക്കാം. g is equal to x cubed e raised to y. ഇനി അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ഈ f നെ നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dou f by dou y. y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 3x സ്ക്വയർ into e raised to y e raised to y. ഇനി അതുപോലെ ഈ g നെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ dou g by dou x. dou g by dou x എന്ന് പറയുമ്പോൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e raised to y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3x സ്ക്വയർ x ക്യൂബിന്റെ 3x സ്ക്വയർ into e raised to y. അപ്പോൾ ഇവിടെ dou f by dou y is equal to dou g by dou x. Dou f by dou y is equal to dou g by dou x. Therefore, integral is independent of both. Integral is independent of both. ഒരു സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? and hence evaluate integral is independent of path ആണെങ്കിൽ f നമുക്ക് എന്താ എഴുതാം? വെക്ടർ f is equal to del phi. ശരി, വെക്ടർ f എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3x സ്ക്വയർ e raised to y അല്ലേ, 3x സ്ക്വയർ e raised to y into I plus x cubed e raised to y into j is equal to I dou phi by dou x plus j dou phi by dou. Integral is independent of path ആയതുകൊണ്ട് വെക്ടർ f is equal to del phi. വെക്ടർ f എന്നുള്ള f1i plus f2j അല്ലെങ്കിൽ fi plus gj. അപ്പോൾ ഇവിടെ f എന്ന് പറഞ്ഞാൽ എന്താണ്? 3x square e raised to y. g എന്ന് പറഞ്ഞാൽ എന്താണ്? x cube e raised to y. ഇനി കമ്പയർ ചെയ്ത് കോഎഫിഷ്യന്റ്സ് ഓഫ് phi. ഐയുടെ കോഎഫിഷ്യന്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ dou phi by dou x നമുക്ക് എന്ത് കിട്ടും? dou phi by dou x is equal to 3x square e raised to y. അതുപോലെ dou phi by dou y നമുക്ക് എന്ത് കിട്ടും? that is equal to x cube e raised to y. അപ്പോൾ dou phi by dou x equal to 3x square e raised to y. dou phi by dou y എന്നുള്ളത് x cube e raised to y. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് 1 by 1 ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. dou phi by dou x നെ integrating with respect to x. അപ്പോൾ നമുക്ക് ഇവിടെ 5 ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിട്ടും? 3x cube by 3 ആണ്. x സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x cube by 3 into e raised to y plus x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് f1y. അപ്പോൾ നമുക്ക് 5 is equal to x cube e raised to y plus f1. ഇനി ഇതേപോലെ തന്നെ ഇവിടെ integrating with respect to y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 5 സമയം എത്ര കിട്ടുന്നത്? x cube into e raised to plus ഇവിടെ എന്താണ് നമുക്ക് ചേർക്കേണ്ടത്? f1x. അപ്പോൾ നമുക്ക് 5 is equal to രണ്ടാമത്തെ കേസിൽ x cube into e raised to y കിട്ടും. Therefore, നമ്മുടെ 5 പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ 5 is equal to എന്താണ്? x cube e raised to y plus c. ഇതാണ് നമുക്ക് 5. ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്ത നടക്കുന്നത്. That is, നമുക്കത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ ഓവർ 3x square e raised to y dx അല്ലേ, 3x square e raised to y dx plus x cube e raised to y dy. നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ മതി? pi of നമ്മുടെ 3 minus pi of 0. ഇവിടെ pi എന്ന് പറഞ്ഞാൽ x cube e raised to y ആണ്. ആ x cube e raised to y ലെ x ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക, y യുടെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ x ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ 3 9 27 into y യുടെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ 27 e square 27 e square. അടുത്ത കേസിലെ x ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, y യുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? 27.
നമുക്ക് അവസാനം എന്താ ആൻസർ കിട്ടി? 27 e square എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യം ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യും. ഇന്റഗ്രൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫ് എന്നുള്ളത് 3x² e⁻y എന്നെടുത്തു, g എന്നുള്ളത് x³ e⁻y. എന്നിട്ട് എഫിനെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു, ജിനെ നമ്മൾ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സ് നമുക്ക് തുല്യമാണ് കിട്ടി, രണ്ടും ഈക്വൽ ആണ് കിട്ടി. ഡോ എഫ് ബൈ ഡോ വൈ ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ആണ്. Therefore we can say that dou f by dou y equal to dou g by dou y. Integral is independent of path. In integral is independent of path ആണെങ്കിൽ we can write vector f is equal to del phi. Vector f is del phi നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ vector f എന്ന് പറഞ്ഞാൽ എന്താണ്? 3x² e⁻y into I plus x³ e⁻y into j is equal to del phi എന്ന് പറഞ്ഞാൽ എന്താണ്? I dou phi by dou x plus j dou phi by dou y. ഇനി കമ്പയർ ചെയ്യുന്ന കോഎഫിഷ്യന്റ്സ് ഓഫ് I ആൻഡ് കമ്പയർ ചെയ്യുന്ന കോഎഫിഷ്യന്റ് j. j ഐയുടെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ ഡോ phi by dou x എന്ത് കിട്ടും? 3x² e⁻y കിട്ടും. ഡോ phi by dou y എന്ത് കിട്ടും? x³ e⁻y. ഇനി ആദ്യത്തെ നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ phi is equal to 3x³ by 3 e⁻y plus f1y. കാരണം നമ്മൾ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആർബിട്രറി ഫംഗ്ഷൻ f1y എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തേനെ ഡോ phi by dou y നെ നമ്മൾ എന്ത് ചെയ്യുന്നു? y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ phi is equal to x² e⁻y. കണ്ടോ? phi equal to x³ e⁻y plus f1x. Therefore നമ്മുടെ phi എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലുള്ള x³ e⁻y പ്രാവശ്യം എഴുതുന്നു, then plus. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ phi of 3 minus phi of 0 അതായത് ഈ ഇതില് x ന്റെ സ്ഥാനത്ത് 3ഉം y യുടെ സ്ഥാനത്ത് 2ഉം കൊടുത്താൽ ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസിൽ 0 അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 27 x³ എന്ന് പറയുന്നതാണ് 27 into e² minus 0 27 e². ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.